സ്വർണമാല, സ്വർണ ചെയിൻ, സിൽക്കിന്റെ ജുബ്ബ, നല്ല 1ാം ക്ലാസ് ടേബിള്, കൊട്ടാരം പോലത്തെ ഒരു ആപ്പീസ്. നീ ആരാടാ കോടീശ്വര? ഞാൻ പഴയ ജോണിയൊന്നുമല്ല, ജോണി മുതലാളി. ഏത് മുതലാളി ആയാലും ആ പെരുങ്കള്ളന്റെ ലക്ഷണം നിന്റെ മുഖത്തുനിന്ന് പോയിട്ടില്ല. ആ നിന്റെ യോഗം. 3 ഫോളാ ഈ കാണുന്നൊന്നും എന്റെ മാത്രമാണ്, നിന്റെയും കൂടിയാണ്. അല്ല, നീ എന്താ ഒരു അറിയിപ്പില്ല? ഭൈമിക്ക് എങ്ങനെയുണ്ട്? എന്ത് കുഴപ്പം? അവക്ക് സുഖം. ഫോറിൻ സിഗരറ്റാ? അതൊക്കെ പോട്ടെ. നീ എന്താ ഇപ്പൊ ഇങ്ങോട്ട്? വല്ല കുഴപ്പവും പറ്റിയോ? ഒരു കുഴപ്പം പിടിച്ച സാധനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവനെ ഒന്ന് ഒളിപ്പിക്കണം. 2 മാസത്തേക്ക് മതി. 10 ലക്ഷം രൂപ പ്രതിഫലം കിട്ടുന്ന കാര്യമാ. കുറച്ച് രൂപയാ, 1 കോടിയുണ്ട്. 1 കോടിയോ? സായിപ്പിന്റെ വകയാ. സംഗതി ബ്ലാക്ക് മണിയാ. ഇവനെ ഒന്ന് ഒതുക്കണമല്ലോ. എന്റെ പൊന്നു പരമു, 1 കോടിയല്ല 10. 1 കോടിയല്ല 10 കോടി കിട്ടിയാലും ഒതുക്കാൻ പറ്റിയ സ്ഥലം നമ്മുടെ കയ്യിലുണ്ട്. എന്റെ പുതിയ ബംഗ്ലാവിൽ താമസം തുടങ്ങിയിട്ടില്ല. പണിയൊക്കെ തീർന്നു വരുന്നതേ ഉള്ളൂ. നമുക്കിവനെ അവിടെ ഒതുക്കാം. എടാ പരമുവേ, നീ അറിയോ ദേവേന്ദ്രന്റെ മകൻ കൊച്ചാപ്പിയെ? എനിക്കറിയത്തില്ല. ഞാനും അറിയത്തില്ല. പക്ഷെ ആ നാറ് വിചാരിച്ചാ പോലും ആ രൂപ കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. പിന്നല്ലേ ഇൻകം ടാക്സ്. ജോണി, ഞാൻ പോന്നു. സമയം പോയി. ഞാൻ ഇന്നലെ സായിപ്പ് മേടിക്കും. എവിടെപ്പാ? സംഗതി ഒന്നും ആയിട്ടില്ല. നിനക്ക് വേണ്ടി സ്പെഷ്യൽ ഒരു സാധനം തൊട്ടടുത്ത മുറിയിലുണ്ട്. എന്ത് സാധനം? കിളി, ചെറുകിളി, നല്ല 1ാം ക്ലാസ് പൈങ്കിളി. ഏതാ സാധനം? അതൊക്കെ ഉണ്ടടാ. എന്നാ അളിയൻ പോയി ഉപ്പ് നോക്കിട്ടോ, ഞാൻ 2 പെഗ്ഗൂടെ അടിക്കാം. അയ്യോ, ഞാൻ ഉപ്പൊക്കെ ഒത്തിരി നോക്കിയതാ. പാകത്തിന് ഉപ്പ്, പാകത്തിന് മുളക്, പാകത്തിന് മസാല, പിന്നെ ലേശം മധുരവും. ആനക്ക് അവനെ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുക. തൊട്ടടുത്ത മുറിയെ നീ തുറന്നും കേറിക്കൊണ്ടാ മതി. ശരി. പിന്നെ അളിയാ, ഒരു മയത്തിനൊക്കെ വേണം. പിന്നെ നിന്റെ കിളിയല്ലടാ. എന്റെ കിളിക്ക് കുഴപ്പമൊന്നും വരത്തല്ലേ? മോളെ, പൊന്നുമോളെ, എന്നാ മിണ്ടുകല്ലേ? ഇങ്ങനെയൊന്നും അല്ലല്ലോ ജോണി പറഞ്ഞത്. എന്നാ ലൈറ്റ് ഒന്നിട്ടെ. അതും ചെയ്യല്ലേ? വേണ്ട, ഞാൻ തന്നെ ചെയ്യാം. എവിടെയാണ് നിന്റെ ഒരു സുന? എന്റെ ഭഗവാനെ. കുഞ്ഞെ, എന്തു പറ്റിയിരിക്കുന്നു കുഞ്ഞെ? കുഞ്ഞെങ്ങനെ ഇവിടെ വന്നു? അവൻ വല്ല ചതിയും കാണിച്ചോ കുഞ്ഞെ? ആ തെണ്ടിയെ ഞാനൊന്ന് കൊല്ലും. എവിടെ പോകുന്നു? ആ ജോണിയെ ഞാൻ... ജോണി എന്നോട് ഒരു ചതിയും ചെയ്തിട്ടില്ല. ഉപകാരമേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് വേണ്ടി ഇനി ഒരു കൊലപാതകം ഉണ്ടാവുന്നുണ്ട്. പ്രയോജനമില്ല. പഴയ ഗീത എന്നേ മരിച്ചു. പോയിട്ട് വരട്ടെ. ഇത് ഒരുപാട് കാശുണ്ടല്ലോ. ഒരുപാടൊന്നുമില്ല, 50,000 രൂപയുള്ളൂ. ഇനി കുഞ്ഞിന്റെ വിവാഹം നടത്തി തരേണ്ടത് എന്റെ കടമയാണ്. എന്റെ അതെ, എത്ര ആഘോഷമായിട്ട് നടത്തേണ്ടതായിരുന്നു കുഞ്ഞിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ. ശരിയാണ്. ജയിലിൽ കിടക്കുമ്പോഴും അച്ഛന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്റെ വിവാഹത്തിൽ പങ്കുകൊള്ളണമെന്ന്. ജയിൽ സൂപ്രണ്ടിനോട് എന്നും കെഞ്ചുമായിരുന്നു പരോളിൽ വിടാൻ. മോഹന്റെ അച്ഛനൊരു മര്യാദ കാണിച്ചു. ജയിലിൽ ചെന്ന് അച്ഛന്റെ മുഖത്ത് നോക്കി പറഞ്ഞു വിവാഹം സാധ്യമല്ലെന്ന്. എനിക്കൊരു വിഷമവും തോന്നിയില്ല. പക്ഷെ അച്ഛൻ ഒരു കണക്കിന് അതാ ഭാഗ്യം. ഉറങ്ങിക്കിടക്കുമ്പോ ആരെയും ബുദ്ധിമുട്ടിക്കാതെ
അച്ഛനാ ഭാഗ്യം അർഹിക്കുന്നുണ്ടാവില്ല. ഓ, അമ്മയോ? ഭ്രാന്താശുപത്രിക്കുള്ളിൽ ഇങ്ങനെയുള്ള വികാരങ്ങളൊന്നും കടന്നു ചെല്ലാറില്ലല്ലോ. അച്ഛൻ മരിച്ചതറിഞ്ഞിട്ടും അമ്മ ഒന്നും പറഞ്ഞില്ല. ജോലി കളഞ്ഞു. ഇനി അല്പം സോഷ്യൽ സർവീസ് ആകാമെന്ന് വെച്ചു അല്ലേ? കുഞ്ഞെ, 50,000 രൂപ പോയാലെന്ത്? ഒരു വേശ്യ രക്ഷപ്പെടുമല്ലോ. ഞാനൊന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല. ഈ പണം കൊണ്ട് ചിലപ്പോ ഒരു ചെറുപ്പക്കാരന് വാങ്ങാൻ കഴിഞ്ഞേക്കും. ഇത്രയും കാശ് കൊടുക്കുന്നതല്ലേ. സെക്കൻഡ് ഹാൻഡ് ആണെന്ന് അറിഞ്ഞാലും വാങ്ങാൻ ആള് കാണും. അതിലും ഭേദമില്ല പരമച്ചേട്ടാ, ജോണി. സമയം ഒരുപാട് വൈകി. ഞാൻ പോട്ടെ. ഇനി എന്നെ കാണാൻ വരരുത്. കുഞ്ഞെ, പുഴയുടെ അരികത്തൊരു കോവിലില്ലേ? ഉണ്ട്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ കുഞ്ഞ് ക്ഷമിക്കണം. നാളെ രാവിലെ ആ കോവിൽ വരാമോ? കുഞ്ഞിനിഷ്ടമാണെങ്കിൽ നമുക്ക്. കുഞ്ഞിനിഷ്ടമാണെങ്കിൽ മാത്രം. നിന്നോട് അവൻ ഒന്നും പറഞ്ഞില്ലേ? ഇവിടെ പറഞ്ഞതൊക്കെ തന്നെയാ എന്നോടും പറഞ്ഞത്. കുറച്ചു നാളായി ഞാൻ എന്തു ചോദിച്ചാലും എന്നോട് ദേഷ്യപ്പെടുമായിരുന്നു. നാട്ടിൽ പരമവന്റെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? അങ്ങനെ പറയത്തക്ക കൂട്ടുകാരുമില്ല. വല്ലപ്പോഴും ഒക്കെ നാട്ടിൽ വന്നോണ്ടിരുന്നത്. അധികകാലം തങ്ങാറുമില്ലായിരുന്നു. ആ പെട്ടി നിന്റെ വീട്ടിൽ ഏൽപ്പിക്കുന്നല്ലേ പറഞ്ഞത്? അതെ. ആരെ ഏൽപ്പിക്കും? അച്ഛനെ. ഏൽപ്പിച്ചിട്ടില്ലെങ്കിലോ? ഞാൻ പോയി അന്വേഷിക്കാം സാർ. വേണ്ട, നിന്നെ ഇപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. നിന്റെ നാട്ടിൽ എനിക്കൊരു സുഹൃത്തുണ്ട്, മഹർഷി മാത്യൂസ്. ഒന്ന് ഫോൺ ചെയ്താൽ മതി, 1 മണിക്കൂറിനകം അയാൾ വിവരം പറയും. കൂടുതൽ ആൾക്കാർ അറിയണ്ടെന്ന് കരുതി ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു. But today is the 10th day. ഹലോ, അതെ, ആരാ സംസാരിക്കുന്നത്? 1 സെക്കൻഡ്, വിളിക്കാം. സാറേ, സായിപ്പ്. ഹലോ, മഹർഷിയല്ലേ? ആ, ഇത് ഞാനാ, മക്ഫേസൻ. ഓഫ് കോഴ്സ്, ആഫ്റ്റർ എ വെരി ലോങ് പീരീഡ്. അതെനിക്കറിയാം. ഈ നാട്ടിലോ? ഐ സീ. എനിവേ, ഇറ്റ്സ് വെരി ഫണ്ണി. ഒരു മിനിറ്റ്, ഞാനൊന്ന് എഴുതിയെടുത്തോട്ടെ. പേരെന്താ? ഹൈമി.
നിയർ മാർക്കറ്റ്. ഓക്കെ, 2 മണിക്കൂറിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. അവളെ വിടരുത്. ഡോണ്ട് വറി മാക്, ഐ വിൽ ഡു മൈ ബെസ്റ്റ് ഫോർ യു. ഓക്കെ? എന്താ സാറേ, അവനവിടെ എത്തിയില്ലേ? എത്തി, പക്ഷെ കടന്നു കളഞ്ഞു. മക്ഫോഴ്സൺ ഫൈമിയെ ചോദ്യം ചെയ്തു. സ്മാർട്ട് ഗേൾ. അവള് തന്നെ പറ്റിയില്ല. പണം അവളുടെ വീട്ടിലുണ്ടാകുമെന്നാണ് പറഞ്ഞത്. അതെന്താ? ഹ, അവള് ബുദ്ധിയുള്ളതാണ്. പരമു ഏതായാലും പോയി. ഇനി തന്നെ കൂടെ പിണക്കണ്ടെന്ന് കരുതി കാണൂ. അഥവാ ഇനി പണം തന്റെ കയ്യിലാണെങ്കിൽ ഒരുവിധം അവക്കും ചോദിക്കാമല്ലോ. അവൻ ഗീതയും കൊണ്ട് കടന്നു കാണും. പരമു തീർച്ചയായും പണം ചോദിക്കാൻ എന്റെ അടുത്ത് വരും. ഇനി സാഹിബിനോട് എന്ത് പറയും? അവളുടെ വീട്ടിൽ പണം ഇല്ലെന്ന് പറഞ്ഞാലോ? നമ്മൾ ഭൈമയുടെ വീട്ടിൽ പോകാതെ പോയി എന്ന് പറഞ്ഞെന്നിരിക്കട്ടെ. മക്ഫോഴ്സൺ അത് വിശ്വസിക്കാതെ നേരിട്ട് വന്ന് അന്വേഷിച്ചാൽ നമ്മൾ എന്തോ ചെയ്യും? ഭൈമിക്ക് 2 തല്ല് കൊടുക്കുമ്പോ ഭൈമി ചിലപ്പോ തന്റെ പേര് പറഞ്ഞെന്നിരിക്കും. അയാൾ തീർച്ചയായും നമ്മളെ സംശയിക്കും. ഈ അവസരത്തിൽ അയാൾ കൂടെ ശത്രുവാകുന്നത് നല്ലതല്ല. പിന്നെ എന്ത് ചെയ്യും? അവളുടെ അച്ഛനെ വിളിച്ചു നിർത്തി ചോദിക്കാം, ഇവിടെ പരമു ഒരു പെട്ടി കൊണ്ടുവന്നിരുന്നോന്ന്. ഭാഗ്യത്തിന് പരമു വന്നത് താനും ഞാനും ഗീതയും അല്ലാതെ ഒരു കുഞ്ഞു നാട്ടിൽ അറിഞ്ഞിട്ടില്ല. വല്ലതും വായിക്കണോ? വേണ്ട, ഇത്തിരി നേരത്തെ വരാമോ? വരാ. എന്താ സിനിമയ്ക്ക് പോണം? വേണ്ട, ഡോക്ടർ ഒന്ന് കാണണം. ഡോക്ടറോ? എന്താ അസുഖം? അസുഖമൊന്നുമില്ല. അസുഖമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഡോക്ടറെ കാണുന്നേ? അസുഖം ഉണ്ടോ ഇല്ലെന്ന് ഡോക്ടർ തീരുമാനിക്കട്ടെ. നേരത്തെ വരൂ. ചേടാ, അസുഖം ഉണ്ടോ ഇല്ലെന്ന് തീരുമാനിക്കുന്നത് ഡോക്ടറാണ്. അതെന്താ അസുഖമാണ്? വരട്ടെ. എന്റെ ദൈവമേ, ആരുമില്ല എന്നെ അടിച്ചുവിടാൻ. എന്നെ ഇവിടുന്ന് അഴിച്ചു വിട്ടാണ്ടല്ലോ. ഞാൻ ഒന്ന് ഫോൺ ചെയ്താൽ മതി. മന്ത്രി ലെവലിൽ വരെ നിന്റെ ആൾക്കാർ വന്ന് ആൾക്കാരെയൊക്കെ എനിക്കറിയാം. പൊക്കു നോക്കിക്കോ. പിന്നെ ഒന്ന് ചുമ്മാ ഇരിക്കണോ? എടീ, നീ എന്നെ ആവശ്യത്തിന് വിളിച്ചിട്ട് എന്താ ഇവിടെ? എന്താ ഇത്? എന്തിനാ ഇയാളെ കെട്ടിയിട്ടിരിക്കുന്നത്? എന്റെ പൊന്നു മുതലാളി, ഇയാളെ കൊണ്ട് ഇവിടെ ജീവിക്കാൻ മേലാതെ അയക്കുക. ഒരു ദിവസത്തേക്കെന്നും പറഞ്ഞ് എന്റെ വാച്ച് മേടിച്ചോണ്ട് പോയതാ കഴിഞ്ഞ ആഴ്ച. ഇപ്പൊ ദേ വിറ്റ് തന്നേച്ച് വന്ന് നിൽക്കുന്നു. നിങ്ങൾ എന്തിനാ ഇയാൾക്ക് വാച്ച് കൊടുത്തത്? ഇയാളെന്താ പെണ്ണ് കെട്ടാൻ പോകുന്നു? ഇയാളുടെ ഭാര്യയുടെ അപ്പന് അസുഖം കൂടുതലാ, അവിടെ പോകാനാണെന്നും പറഞ്ഞാ വാച്ച് ചോദിച്ചത്. ഒരു ദിവസത്തേക്കല്ലേ എന്ന് ഓർത്ത് ഞാൻ കൊടുക്കുകയും ചെയ്തു. ഒന്നെങ്കിൽ എന്റെ വാച്ച്, അല്ലെങ്കിൽ എന്റെ രൂപ, ഇല്ലെങ്കിൽ തന്നെ കൊല്ലും. ആ വാക്കത്തെ ആടിട ഇടാൻ മാറിക്ക്. താൻ ആരുടെ കല്യാണം മുടക്കാനാ പോയത്? ഞാനൊരു കല്യാണം ആലോചിക്കാൻ പോയതാ. ആർക്കാ? ദാവത്ത് ദാവീദിന്. ഒരു ബന്ധു വീട്ടിൽ പോകാനാണെന്നും പറഞ്ഞ് അവനാ എന്റെ നിന്ന് വാച്ച് വാങ്ങിച്ചോണ്ട് പോയത്. ഇതൊക്കെ താൻ ഇവരോട് പറഞ്ഞാ മതി. സത്യം പറ, താൻ ഏത് ഷാപ്പിലാ അത് പണയം വെച്ചത്? എന്റെ സ്വഭാവം തനിക്കറിയാമല്ലോ. എന്റെ പൊന്നു കുഞ്ഞേ, ഞാൻ പറഞ്ഞ സത്യമാ. കൈ കാശില്ലാഞ്ഞിട്ട് 10-30 മൈൽ നടന്ന് തല കറങ്ങി വീണപ്പോ ആ പരമുവാ എന്നെ വീട്ടിൽ കൊണ്ടുപോയി ചോറ് തന്നത്. പിന്നെ അവൻ വണ്ടിക്കൂലി കണ്ടു. അങ്ങനെയാ ഞാനിവിടെ വന്നത്. ഏതായാലും പോട്ടെ. ഇനിയിപ്പോ ഇയാളെ തല്ലിയിട്ട് എന്താ കാര്യം? വെറുതെ മഹാഭാവം വലിച്ചു വെക്കുന്ന എന്തിനാ? അഴിച്ചുവിട്ടേക്ക്. വാച്ചിന്റെ പൈസ ഞാൻ തരാം. ആശാൻ എന്തിനാ ഈ പന്ന പണിക്കൊക്കെ പോകുന്നേ? ആശാൻ ഈ ഒരൊറ്റ മുണ്ടേ ഉള്ളൂ. ഞാനൊരു പാവപ്പെട്ടവനല്ലേ കുഞ്ഞേ, അത്താഴ പട്ടിണിക്കാരൻ. അതൊക്കെ പോട്ടെ. ഞാനൊരു ജോലി തന്നാൽ ആശാന് ചെയ്യാൻ പറ്റുമോ? ഓ, നാളെ മുതൽ എന്റെ വക എല്ലാ കൃഷിസ്ഥലങ്ങളുടെയും മേൽനോട്ടം ആശാനാണ്. എന്റെ പൊന്നു കുഞ്ഞേ. ഛ, എന്തായി കാണിക്കുന്നത്? കൊച്ചു പിള്ളേരെ പോലെ. എഴുന്നേക്ക്. ഇന്ന് മുതൽ ആശാൻ എന്റെ ആളാണ്. ശമ്പളം ഞാൻ പറയുന്നില്ല, ഇഷ്ടമുള്ളത് അങ്ങ് എഴുതിയെടുത്തോണം. എന്താ? ആശാൻ വെക്കോ? നാളെ രാവിലെ ഇങ്ങ് എത്തിയേക്കണം. ആ ചെല. ആ, ഒരു കാര്യം ചോദിക്കാൻ ഞാൻ മറന്നുപോയി. പരമുവിനെ എവിടെ വെച്ച് കണ്ടെന്നാ പറഞ്ഞേ? അടിവാരത്തില്.
വരാൻ കുറെ വൈകും. ഒരു പാർട്ടി പാലക്കാട് ട്രിപ്പ് പറഞ്ഞിട്ടുണ്ട്. എത്ര വൈകാലും ഞാനിങ്ങ് എത്തും. ഇതൊക്കെ ഒരു കാര്യം ചെയ്യും, ആ നാണിയമ്മയെ കൂടെ കൂട്ടിന് വിളിച്ചു. ആ ഒന്ന് നിന്നേ, ഏതെങ്കിലും ഒരു വെല്ലി തൊട്ടെ. എന്തിനാ? തൊട്ടെ പറയാം. ആ ഇന്നത്തെ പാലക്കാട് ട്രിപ്പ് ക്യാൻസൽ ആവും. ഓ പിന്നെ പാതി കാശ് ഒരു അഡ്വാൻസ് തന്നതാ. എന്തായാലും ഇന്നത്തെ ട്രിപ്പ് ക്യാൻസൽ. ബെറ്റുണ്ടോ? ആ ട്രിപ്പ് ക്യാൻസൽ ആയാൽ ഗീത കുഞ്ഞിനൊരു സാരി, ക്യാൻസൽ ആയില്ലെങ്കിലോ? ക്യാൻസൽ ആയില്ലെങ്കിൽ എനിക്കൊരു ബ്ലൗസ് പീസ്. ശരി, അതുള്ളതല്ലോ അല്ലേ? സാരിയുടെ കളർ ഞാൻ പറയട്ടെ, റെഡ്. എവിടെ അവൻ?